പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അങ്ങേ മക്കളായി ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ജൂബിലിയുടെ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രത്യാശയുടെ തീർത്ഥാടകരായി ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണം. ജീവിത പ്രതിസന്ധികളുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ രക്ഷകൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഞങ്ങളെ കരം പിടിച്ചുയർത്തി പ്രതിസന്ധികളിൽ മുന്നോട്ട് നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഡിസംബർ മാസത്തിന്റെ 11-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ജോഷുവയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 9-ാം തിരുവചനത്തിന്റെ ഒരു ധ്യാന വിഷയം നമുക്കാക്കിയെടുക്കാം. അവിടെ പ്രകാരം നമ്മൾ വായിക്കുന്നു: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. വലിയൊരു ശക്തിയുള്ള വചനമാണ് ജോഷുവയ്ക്ക് കർത്താവ് ദൈവം നൽകിയത്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ഓർക്കുക. ജോഷുവയുടെ ചുമലില് ഇസ്രായേൽ ജനത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയാണ്. തനിക്ക് തന്റെ മുൻഗാമിയായ മോശ അവിടെ സഹായത്തിന് കൂടെയില്ലാത്ത സമയം ഇസ്രായേൽ ജനം വലിയൊരു ജനസമൂഹമായിട്ട് മാറിയ അവസ്ഥ. അപ്പോൾ പ്രത്യേകം നമ്മൾ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചരിത്രത്തില് ഈ ചുമതല മുഴുവൻ അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചു. അതുപോലെ തന്നെ വലിയൊരു ജനത, അതുപോലെ മുൻപില് ജോർദാൻ നദി, ഈ നദി കടന്നു വേണം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട്. എന്നാൽ കർത്താവായ ദൈവം ഒരു വാക്ക് മാത്രം ജോഷുവോട് പറയുകയാണ്: ധൈര്യവാനായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണിത്. അതായത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇതാ, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവിടുന്ന് തന്റെ പുത്രനായ ഈശോയിലൂടെ, യേശുക്രിസ്തുവിലൂടെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് വിളിക്കപ്പെടുന്ന ആ കർത്താവ് ഈശോയിലൂടെ നമ്മൾ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നേരിടണം, കടക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ? നമ്മുടെ ജീവിതത്തെ പരിശോധിക്കും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഭാവിയുടെ ആശങ്കകള്, ആരോഗ്യ പ്രശ്നങ്ങള്, കുടുംബത്തിന്റെ ഭാരം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, ഏകാന്തത, ആത്മീയ ജീവിതത്തിലെ വളർച്ച, ദൈവത്തെ കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ലോകത്തിന്റെ ആ ഒരു അസ്വസ്ഥതകൾ മധ്യേ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്: ഞാൻ നിന്റെ മുൻപിൽ ഉണ്ട്, നീ എന്റെ പിന്നാലെ വരിക. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതിസന്ധിയിലേക്ക് അല്ല നോക്കേണ്ടത്, ആ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജൂബിലി വർഷത്തില് അതിന്റെ ആപ്തവാക്യം സന്ദേശം തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ്. നമുക്ക് പ്രത്യാശ ഒരിക്കലും ലോകത്തിലല്ല. നമുക്കിവിടെ ഒന്നിനും പ്രതീക്ഷയില്ല. എല്ലാം കടന്നു പോകുന്നതാണ്. എല്ലാം നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്നതാണ്, ആകുലപ്പെടുത്തുന്ന അസ്വസ്ഥതകളാണ്. രോഗങ്ങള്, തകർച്ചകള്, കുടുംബം, മക്കളുടെ കാര്യങ്ങള്, പഠനം, ജോലി, ഭാവി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതിൻ്റെയൊക്കെ മുകളിൽ വിജയം വരിച്ചവൻ ഞാനാണ്, ഞാൻ ലോകത്തെ കീഴടക്കിയവനാണ്. കർത്താവ് ഈശോ ഇന്ന് നമ്മൾ പറയുന്ന കാര്യം അതാണ്: ഞാൻ ലോകത്തെ കീഴടക്കിയവനാണ്. ഈ ലോകത്തെ കീഴടക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുക. ദൈവമായ കർത്താവ് പറയുകയാണ്: നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. വലിയൊരു ഉറപ്പ്, വലിയൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ദൈവം ജോഷുവയെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാം മുന്നോട്ട് നയിക്കാൻ, എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കഴിയുന്ന ശക്തി ആ ദൈവമായ കർത്താവ് നമുക്ക് നൽകുമെന്ന ഉറപ്പ് നമുക്ക് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ സൂക്ഷിക്കാം. ജോഷുവയെ പോലെ ധീരനായിരിക്കുക. പഴയ നിയമത്തിലെ ധീരനായ ഒരു നേതാവായിരുന്നു ജോഷുവ. ആ ജോഷുവ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ, ആ വചനം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ
ഇസ്രായേൽ ജനം അവിടെ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം മുന്നോട്ട് പോയി ദൈവത്തിൽ ആശ്രയിച്ചു വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ആ ജനത്തിന് പിന്നീട് കഴിയുകയാണ്. നമ്മൾ ഈ ക്രിസ്മസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളാണ് ദൈവമേ. ജീവിതത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ, നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യേ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി പ്രകടമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ഓരോ ബലിയർപ്പണവും നമ്മുടെ ജീവിതത്തില് ഈ പ്രതിസന്ധികളെ നേരിടാനായിട്ട് കഴിയുന്ന രക്ഷകന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസരങ്ങളായിട്ട് മാറട്ടെ. കർത്താവ് നമ്മുടെ കൂടെ കടന്നു വരും. പ്രിയമുള്ളവരെ, ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച് നടന്നു പോകുന്ന നമ്മുടെ ജീവിതം അവിടുന്ന് നമ്മുടെ കണ്ണുകളിലൂടെ കാണും, നമ്മുടെ കാതുകളിലൂടെ കേൾക്കും, നമ്മുടെ അധരങ്ങളിലൂടെ സംസാരിക്കും, നമ്മുടെ കരങ്ങളും പാദങ്ങളും ഉപയോഗിച്ച് അവിടുന്ന് പ്രവർത്തിക്കും. ഈശോ തരുന്ന ഈ ഉറപ്പ് നമുക്ക് സ്വീകരിക്കാം. രക്ഷകനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, പുൽക്കൂട് തീർക്കാം. ദൈവത്തിൽ ആശ്രയബോധത്തോടെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് തന്നെ പോകാൻ പരിശ്രമിക്കാം. ഈ ജൂബിലി വർഷത്തിന്റെ ആ സന്ദേശം അതാണല്ലോ, ദ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. അതായത് പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ നോക്കുന്ന സ്വർഗത്തിലാണ്, ഈ ലോകത്തിന്റെ കാര്യങ്ങളിലല്ല. ഇസ്രായേൽ ജനം കടന്നു പോയപ്പോൾ അവർ നേരിട്ടത് ഭൗതികമായിട്ടുള്ള അസ്വസ്ഥതകളാണ്, ഭൗതികമായ ശത്രുക്കള് അല്ലെങ്കിൽ പ്രതിസന്ധികള്, ജീവിതത്തിന്റെ പല മേഖലകളിൽ അവര് നേരിട്ട ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നത് ഭൗതികതയ്ക്കപ്പുറത്ത് നിത്യതയിലേക്ക്, നിത്യരക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന പല കാര്യങ്ങളിലേക്കും കടക്കാൻ നമുക്ക് പറ്റുന്നില്ല, സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ ദൈവം പറയും, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നവനാണ്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവര് ദൈവം പറയുകയാണ്, തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, നിത്യജീവൻ നൽകിക്കൊണ്ട്. ഈ നിത്യജീവനാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ക്രിസ്മസ് നൽകുന്ന വലിയ പ്രതീക്ഷ അതാണ്. ഏദൻ തോട്ടത്തിൽ ആദി മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട ആ ദൈവിക ജീവൻ കർത്താവ് ഈശോ നമുക്ക് തിരികെ തരികയാണ്. ഈ സന്ദേശം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്തു തന്നെ ആകട്ടെ, എന്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നീ പോവുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ഉറപ്പിന്മേൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ അങ്ങ് നിറവേറ്റുമെന്ന് ചരിത്രത്തിലൂടെ, തിരുവചനങ്ങളിലൂടെ അങ്ങ് തെളിയിച്ചു. കർത്താവ്, കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വന്തം പുത്രനെ അയച്ചുകൊണ്ട് വാഗ്ദാനം പൂർത്തിയാക്കി, എന്റെ മക്കളെ ഞാൻ രക്ഷിക്കുമെന്ന അങ്ങയുടെ ആ വാഗ്ദാനം പൂർത്തിയാക്കിയത് തിരുപ്പിറവിയിലൂടെയാണ്. ഈശോ ലോകത്തിലേക്ക് വന്ന് അവിടുന്ന് ആ രക്ഷ ഞങ്ങൾക്ക് തന്നു, നിത്യജീവനെ കുറിച്ച് അറിവ് തന്നു. അതിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിക്കുന്നു. ഈശോയെ കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അതിനുള്ള കൃപയ്ക്കായി നിത്യജീവൻ സ്വന്തമാക്കാൻ ഈ തീർത്ഥാടനം ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.